ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് പുരി പോവുകയാണ്. പുരി ജഗന്നാഥനെ ദർശനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഇപ്പോൾ കാർത്തിക മാസമാണല്ലോ, അപ്പോൾ കാർത്തിക മാസത്തിൽ ജഗന്നാഥനെ ദർശനം ചെയ്താൽ നല്ല ഇതാണ്. അപ്പോൾ നമ്മൾ ജഗന്നാഥനെ ദർശനം ചെയ്യാൻ പോകുന്നത് ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പുരി ഇപ്പോൾ കാർത്തിക മാസം ജഗന്നാഥനെ ദർശനം ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പുരി എത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ ചാടി കയറി. തിരക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ കാറൊന്നും അങ്ങോട്ടേക്ക് വിടില്ല. ഇതൊക്കെ നേരത്തെ വന്ന് കിടക്കുന്ന കാറുകളാണ്. പിന്നെ ഓട്ടോ പിടിച്ചിട്ടാണ് വരിക, ഇല്ലെങ്കിൽ റിക്ഷ വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ നടന്നു വരാൻ കുറച്ച് ദൂരമായിരിക്കും. ഓട്ടോയിൽ വന്ന് ഇപ്പം ഇറങ്ങി. ഓട്ടോയും അങ്ങ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തൂല, അതും കുറച്ച് ദൂരം തന്നെ നിർത്തും. എന്നിട്ട് പിന്നെ നടന്നാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ റിക്ഷയിലാണ്. അപ്പോൾ നമ്മൾ നടന്നു ഇവിടെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ട്. മയിൽപ്പീലിയും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്നാലും തിരക്ക് തന്നെയാണ്. അങ്ങെത്തുമ്പോൾ നമുക്ക് അതിൻ്റെ തിരക്കൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ അത് അമ്പലം അങ്ങ് കാണുന്നില്ലേ, അപ്പോൾ അതാണ് നമ്മുടെ ജഗന്നാഥ അമ്പലം. ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഒരുപാട് വിട്ടിട്ടുണ്ട്. ജഗന്നാഥിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാർത്തിക മാസം, എന്നാലും ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഒരു മാസം വ്രതം എടുക്കുകയാണ്. അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാതെ വ്രതം എടുക്കുന്ന ഒരു മാസമാണ്. ലേഡീസ് എല്ലാവരും എടുക്കും, ജെൻസൊക്കെ അങ്ങനെ എല്ലാവരും എടുക്കണമെന്നില്ല. പക്ഷേ പറ്റുന്നവരെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് 5 ദിവസം എടുക്കും. അപ്പോൾ എന്നിട്ട് ഈ കാർത്തിക മാസം ഒരു മാസം ഫുള്ള് വ്രതം എടുത്തിട്ട് ലാസ്റ്റ് ദിവസം കാർത്തിക മാസം തീരുന്ന അന്ന് പുഴയിൽ വാഴപ്പോളയിൽ ഇങ്ങനെ ദീപം തെളിയിച്ച് വിടും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ഒരു മാസം വ്രതം എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദീപം തെളിക്കുന്നത്. നമ്മൾ കല്യാണരാമൻ സിനിമയിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ വാഴപ്പോളയിൽ ദീപം തെളിയിച്ച് വിടുന്നത്. ഓരോ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന വ്രതം എടുത്ത് ഈ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ വന്ന് ജഗന്നാഥനെ കൂടി ദർശനം ചെയ്താൽ അത് വലിയൊരു പുണ്യമാണ്, ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഈ കാർത്തിക മാസം വരാൻ പറ്റിയില്ല. ഈ വർഷം എന്തായാലും റിസ്ക് എടുത്ത് നമ്മൾ വരണം. ക്യൂവിൽ നിന്നിട്ടാണെങ്കിലും ജഗന്നാഥനെ ദർശനം ചെയ്യണം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞങ്ങൾ സന്ധ്യയ്ക്ക് വന്നത്. പകലൊക്കെ ആണെങ്കിൽ ക്യൂ നിന്ന് ആകെ ഇതാവും. എന്നിട്ടും ക്യൂവിൽ ഭയങ്കര തിരക്കായിരുന്നു. രാത്രി 11 മണിക്കൊക്കെ 1000-ഓളം പേരുകളായിരുന്നു ക്യൂവിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ജഗന്നാഥനെ ദർശനം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ, അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. വെളിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന അവിടം തൊട്ട് മൊബൈൽ ഇവിടെ കൊടുത്തതിന് ശേഷമാണ് ക്യൂവിൽ നിൽക്കാൻ പോവുക. പിന്നെ അവിടെ പോലീസ് ചെക്കിങ്ങും കാവലൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ഉള്ളിലേക്ക് കയറ്റിവിടുക. ഒരു സാധനം കൊണ്ടുപോകരുത്. നമ്മൾ ഹാൻഡ് ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും, അതിലെന്താണ് ഉള്ളതെന്നൊക്കെ അറിയാം. അപ്പോൾ മൊബൈൽ ഈ സമയത്ത് ജഗന്നാഥനെ ദർശനം ചെയ്താൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അവിടെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് കൂടുതൽ അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ എങ്ങനെയും ദർശനം കിട്ടിയിട്ടേ നമ്മൾ പോകുമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കണ്ട, നമുക്ക് ക്യൂവിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൂജാരി വന്ന് നമുക്ക് അമ്പലം കണ്ടു. ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയാണ് വന്നത്. ഈ മൊബൈൽ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് പോയി ദർശനം ചെയ്യണം. അപ്പോൾ മൊബൈലിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മോനുണ്ട്, ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ജഗന്നാഥനെ ദർശനം ചെയ്ത് പുറത്തിറങ്ങി. കണ്ടോ പുരി ജഗന്നാഥ്. നല്ല തിരക്കായിരുന്നു.
പറയാൻ പറ്റില്ല, തിക്കിലും തിരക്കിലും പെട്ടുപോയി, വേർത്ത് കുളിച്ച് ആവശ്യമായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. കണ്ടില്ലേ, അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നില്ല, അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സംസാരിച്ചതൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഭയങ്കര സൗണ്ടാണ്. പുറത്ത് വെളിയിൽ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളിയിലിറങ്ങി 10:30 കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും കൂടി അവിടെ ജഗന്നാഥനെ ദർശനം ചെയ്യാൻ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ. പിന്നെ അതുകൊണ്ട് കുറച്ചും കൂടി തിരക്കും ഒക്കെ ആയി, പോലീസും ഒക്കെ ആയി, പിന്നെ ചെക്കിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ മാറ്റലും ഒക്കെ ആയി. ഒരു 11 മണിയൊക്കെ ആയി ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തോന്നും. അപ്പോൾ അതൊരു റിക്ഷ വന്നു. അപ്പോൾ എന്നാൽ പിന്നെ റിക്ഷയിൽ കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ റിക്ഷയിൽ കയറിയിട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പുരി ജഗന്നാഥനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വെക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ പുരി ജഗന്നാഥൻ്റെ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു ശാന്തിയും സമാധാനവും ഒക്കെ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെ കൃഷ്ണൻ്റെ ഹൃദയം ഇരിക്കുന്ന ഇടമാണ് പുരി ജഗന്നാഥ്. ഇപ്പോൾ ഭയങ്കര ഒരു പുണ്യ സ്ഥലമാണ്. ഇപ്പോൾ കാർത്തിക മാസത്ത് പോയി ദർശനം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് എപ്പോഴൊന്നും പറ്റാറില്ല. നമ്മൾ കുറേ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അത് റിക്ഷയിൽ ഞങ്ങൾ പോവുകയാണ്. നല്ല രസമാണ് ഇവിടെ റിക്ഷ വണ്ടിയിലൊക്കെ പോകുമ്പോൾ. നല്ല ഇവിടെ ചൂടും ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ റിക്ഷയിൽ പോകുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ പോയിട്ട് നമ്മൾ വേഗം വണ്ടി പാർക്ക് ചെയ്തെടുത്ത് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, കാരണം കുറേ ലേറ്റായി. നമ്മൾ വീടെത്തുമ്പോൾ ഒരു 11:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ദർശനം ചെയ്യാൻ പറ്റിയല്ലോ, അതുതന്നെ വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. അപ്പോൾ ഇനി പുരി ജഗന്നാഥനെ കുറിച്ച് എന്തെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ, പകലൊക്കെ വരികയാണെങ്കിൽ, പകൽ വന്ന വീഡിയോ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട്, രാത്രി വന്ന വീഡിയോയും വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം. ജഗന്നാഥനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് പോയി ആ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് കാണാം. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇന്നത്തെ ഒരു സന്തോഷം കൂടി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഉണ്ടാകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പോയിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനെപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ പുരി വിശേഷം. അപ്പോൾ ഇനി നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും താങ്ക് യു.